ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്നൊരു ബിരിയാണി തിന്നാനുള്ള ആഗ്രഹമായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ കണ്ടെയ്നർ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി എടുത്തിറങ്ങിയതാണ്. ഇത് നമ്മുടെ കണ്ടെയ്നർ റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ റെസ്റ്റോറൻ്റ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇത് കണ്ടെയ്നർ റോഡിൻ്റെ സൈഡിലുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. വെള്ളക്കാന്താരി എന്നാണ് പേര്. അങ്ങനെ നമുക്ക് വണ്ടി അപ്പോൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാം. അപ്പോൾ ആ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഹെൽമെറ്റ് വയ്ക്കാൻ മറന്നുപോയി. അങ്ങനെ ഹെൽമെറ്റ് കൊണ്ട് വെച്ചു. ചെറിയ റെസ്റ്റോറൻ്റ് ആണെങ്കിലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇതുണ്ട വണ്ടികളൊക്കെ ഒരുപാട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് മുള കൊണ്ടൊക്കെയാണ് കെട്ടി വെച്ചിരിക്കുന്നത്. നല്ല ഡിസൈനിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മേശപ്പുറത്തായിട്ട് കുറേ വാഴകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമുക്ക് അമ്മളി കിട്ടിയത്. പിന്നെയാണ് മനസ്സിലായത് ഇവിടെ ഊണ് മാത്രമേ ഉള്ളൂ, ബിരിയാണി ഇല്ല. ഇവിടെ പിന്നെ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാൻ വിചാരിച്ചല്ലേ. അപ്പോൾ ബിരിയാണി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മേനകയുടെ അടുത്ത് ഹൈക്കോർട്ട് കഴിഞ്ഞിട്ട് മേനകയുടെ അടുത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടേക്ക് എത്തി. റിസോറസ്റ്റോ എന്നാണ് അതിൻ്റെ പേര്. അപ്പം അങ്ങനെ അവിടെ എത്തി. പിന്നെ അങ്ങനെ ബിരിയാണിക്ക് പകരം അൽഫാം മന്തി ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത അൽഫാം മന്തി എത്തി. പിന്നൊന്നും നോക്കിയില്ല, നമ്മുടെ കലാപരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. വയറൊക്കെ നിറഞ്ഞ് സെറ്റായിട്ടോ. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ എന്നത്തെയും പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.